നിങ്ങളെല്ലാരും അറിഞ്ഞാണല്ലോ ആ പുന്നാര മോള് ജിഞ്ചിനാക്കടി അങ്ങ് ദുബായിലോട്ട് കടന്ന്. എടി പുന്നാരി മോളെ, നീ ഇനി ഏത് കാലിന്റെ ഇടയിൽ കയറി തിരുമി ഇരുന്നെന്ന് പറഞ്ഞാലും നിന്റെ കയ്യിൽ ആ വിലങ്ങണീന്നിടം വരെ ഇവിടെ ഓരോ മനുഷ്യനും നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതല്ലാതെ താരു എന്നുള്ളൊരു മോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വെറും മോഹം തന്നെ. അങ്ങനെയുള്ള ഒരു മോഹം അല്ലെങ്കിൽ നിനക്കൊരു മോഹം കാണും 2-3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നാരിത്തണക്ക് ഞാൻ പുറത്തിറങ്ങാൻ. അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നിന്നെ മെറ്റേടത്തോട് തിരുമ്മി വെച്ചോണ്ട് നീ അങ്ങ് ഇരുന്നാൽ മതി. പണ്ടാരണ്ടുള്ളവർ പറയുമല്ലോ കട്ടവനെ കടയ്ക്കത്തോളന്ന്. നീ കട്ടവണ്ടടി. നീ രാത്രിക്ക് രാമായണം അങ്ങ് ദുബായിയുടെ മണ്ണിലോട്ട് പറന്നു പിടിച്ചത്. ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മോന്തയ്ക്ക് നോക്കി നിന്നുകൊണ്ട് ഒന്ന് പോയി ചത്തൂടായടാ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ അടി അല്പം അഭിമാനം ബാക്കി ഉണ്ടായോണ്ടോ ഒരു മുഴം കയറിനകത്ത് ആ ജീവൻ അവസാനിപ്പിച്ചു പോയത്. നിന്നെ പോലുള്ള ഒരു ഏറ്റവും മോള് കാരണം ഇല്ലാത്ത ഒരു പേര് ആ മനുഷ്യന്റെ തലയിലോട്ട് ചാർത്തി വെച്ച് കൊടുത്തുകൊണ്ട്. ദുബായിൽ കരാമേലുള്ള എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവളെ എവിടെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ ദുബായ് പോലീസിനെ വിവരം അറിയിപ്പിച്ച് ഇവളെ ഇരിക്കുന്നിടത്ത് നിന്ന് എടുപ്പിട്ട് അവർക്ക് കൊടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അവളുടെ മൂടും താങ്ങിക്കൊണ്ട് നടക്കുന്നവന്മാരെ ഇനി നീമാരുടെ അടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ കയ്യിൽ ഒരു ദിവസം ആ വിലങ്ങണിയിച്ച് കൊണ്ടുവന്ന കാണാൻ വേണ്ടി കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ണു തുറന്ന് കാത്തിരിക്കുന്നത് തന്നെ. അതിന് ഇച്ചിരി സമയം താമസിച്ചു പോയി. അത് നമ്മുടെ കേരള പോലീസിലെ പഴയ ജീപ്പ് നിങ്ങൾക്കറിയാവോ? ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടാലും ഈ ജീപ്പ് ഓടി അതിന്റെ പുറകെ ചെല്ലത്തില്ലായിരുന്നു. അത് നമ്മുടെ കേരള സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നല്ല ചുറുചുറുക്കുള്ള ജീപ്പ് തന്നെ നമ്മുടെ സർക്കാർ കേരള പോലീസിന് കൊടുത്തിട്ടുള്ള ജീപ്പ്. അപ്പൊ ആ ജീപ്പ് നല്ല ചുറുചുറുക്കുള്ളായപ്പം നമ്മുടെ കേരള പോലീസിന് ഇച്ചിരി ചുറുചുറുക്ക് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവൾ ദുബായിയുടെ മണ്ണിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ കുറെ പേര് കടന്ന് ചിലക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏതാണ്ട് ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവള് രാജ്യം വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ്. എന്താ നിങ്ങളുടെ ആ നോട്ടീസിന് അവളെ ഏർപ്പെടുത്തി തടയാനുള്ള ചങ്കൂറ്റം ഇല്ലാതായി പോയോ? പറയുന്ന വാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ, അല്ലാതെ പറയാൻ നടക്കരുത്. നിങ്ങൾ മാലയിട്ട് പലരെയും കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. എത്രയോ നിരപരാധിയായ മനുഷ്യന്മാർ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഇന്നവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയോ? അതിനൊക്കെ നമ്മുടെ രാഹുൽ ഈശ്വർ ഇറങ്ങിയപ്പോൾ അന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ പുച്ഛിച്ച് തെള്ളിയായിരുന്നു. ഒരു മനുഷ്യൻ ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള ബോധം അല്പം വേണം. അന്ന് ആ മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടം ചേർന്ന് എല്ലാവരും കൂടെ നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഇവളെമാരെ പോലുള്ള തലപൊക്കി ഇന്ന് ഈ സഹോദരൻ ഒരു മരണവും ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഇവിടെ പുരുഷന്മാർക്ക് ഒരു പുല്ലും ഇല്ലെന്ന് ഇവിടെ ഉള്ള ഇതേപോലുള്ള കൂതറകളായിട്ട് കിടക്കുന്ന ഈ മെറ്റേ മോളെ പോലുള്ളവളുമാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവളുമാരി ഇങ്ങനെ കടന്ന് അറമാദിക്കുന്നത്.